നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു വാർത്തയിലേക്ക് തന്നെയാണ് വീണ്ടും പോകുന്നത്. അത് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്കുള്ള ശിക്ഷ ഇന്ന് വിധിക്കും എന്നുള്ളതാണ്. കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കൊലപാതകികൾക്ക് എന്ത് ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നത് എന്നത് എല്ലാവരും ഉറ്റുനോക്കുന്നു. രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കൊലപാതകം ആണ്. 24 പ്രതികൾ ആണ് ഈ കേസിൽ ഉള്ളത്. അതിൽ CPIMന്റെ നേതാക്കൾ അടക്കം ഉള്ളവരാണ് ചേരുകയും ചെയ്യുന്നത്. എന്തായാലും പ്രതികൾ, അതായത് 24 പ്രതികളിൽ എത്ര പേർക്ക് ശിക്ഷ ലഭിക്കും, എന്തൊക്കെ ശിക്ഷ? നേരത്തെ 14 പ്രതികൾ ആണ് ഉണ്ടായിരുന്നത്. നവമി ദിനേശ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. നവമി, വളരെ പ്രധാനപ്പെട്ട വിധിപ്രസ്താവം ഇന്ന് ഉണ്ടാകാൻ പോകുന്നു. മക്കൾക്ക് നീതി ലഭിക്കും എന്നാണ് നേരത്തെ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും ഒക്കെ മാതാപിതാക്കൾ അടക്കം പ്രതികരിച്ചത്. കാരണം നിരവധി സാക്ഷികൾ, ആ സാക്ഷികളെ കൃത്യമായി കോടതിയിൽ എത്തിക്കാൻ സാധിച്ചു. ആ സാക്ഷികൾ കൃത്യമായി മൊഴി നൽകി എന്നതൊക്കെ പ്രതികൾക്ക് തക്കതായി ശിക്ഷ ലഭിക്കുന്നതിന് കാരണമായി മാറും എന്ന് കുടുംബം പ്രതീക്ഷിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. വിധിപ്രസ്താവത്തെ അവർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്താണ് വിവരങ്ങൾ? തീർച്ചയായും അഭിലാഷ്, 6 വർഷങ്ങൾക്കിപ്പുറത്തേക്ക് ഈ ഒരു വിധി ഇന്ന് വരുമ്പോൾ അതിന് പിന്നിൽ ഒരു 2 കുടുംബങ്ങളുടെ നിയമ പോരാട്ടം, അവരുടെ ഉറക്കമില്ലാത്ത ദിവസങ്ങൾ, രാത്രികളായിരുന്നു. ഇന്ന് എന്തായാലും ആ നിർണായകമായ വിധി വരുമ്പോൾ ഏറെ പ്രതീക്ഷയോടെ, അല്ലെങ്കിൽ ഏറെ ഉറ്റുനോക്കുന്ന 2 പേരാണ് ഈ കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും അച്ഛന്മാർ. ഇവർ 2 പേരും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. 6 വർഷത്തെ നിങ്ങളുടെ ഒരു പോരാട്ടമാണ്. ഇന്ന് ഈ ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരുന്നതാണ്. എന്താണ് ഈ ഒരു സമയത്ത് പറയാൻ? എന്താണെന്ന് വെച്ചാൽ 6 വർഷമായിട്ട് ഈ പോരാട്ടത്തിൻ്റെ ഭാഗമായി നമ്മൾ CPI കോടതിയിൽ നിന്ന് ഒരു വിധി വരാൻ വേണ്ടി പോയാണ് 28-ന്. ആ വിധി 24 പ്രതികൾക്കും ശക്തമായൊരു ശിക്ഷ കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങൾക്കുള്ളത്. ആ പോരാട്ടത്തിൽ എല്ലാ പ്രതികൾക്കും ശിക്ഷ കിട്ടണമെന്നുള്ള പ്രാർത്ഥനയോട് കൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് ഏറെ നിർണായകമായൊരു ദിവസമാണ്. എത്രത്തോളം പ്രതീക്ഷയുണ്ട്? വളരെയധികം പ്രതീക്ഷയുണ്ട്. അതിനൊക്കെ പ്രവർത്തനം നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിനൊക്കെ വേദനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത്രയും പ്രയാസം ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. മക്കളെ നഷ്ടപ്പെട്ടതിനപ്പുറം സർക്കാരിൻ്റെ പ്രവർത്തനം കൊണ്ട് ഒരുപാട് വിഷമങ്ങൾ സഹിച്ചും കൊണ്ടാണ്, സാമ്പത്തികമായും മറ്റില്ല മാനസിക പ്രശ്നങ്ങൾ കൊണ്ടും ഒരുപാട് ബുദ്ധിമുട്ടിച്ചു സർക്കാർ. നമ്മൾ ഒരു സർക്കാരിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും അവരെ ചുമതലകളും നിറവേറ്റി മറന്നുകൊണ്ട് അവരെ പാർട്ടിക്കാർ മാത്രം സംരക്ഷിക്കുക എന്നുള്ള രീതിയിൽ സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാമെന്നുള്ള രീതിക്കായി അവരെ പോക്ക്. ക്രിമിനൽ രക്ഷിച്ചെടുക്കുക, ക്രിമിനൽ വളർത്തുക, നാട്ടിന് അന്തഃഛിദ്രം ഉണ്ടാക്കുക, അവരൊറ്റ ഉദ്ദേശം മാത്രമേ സർക്കാരുണ്ടായിരുന്നു. അതിൻ്റെ പ്രതിഫലമാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സങ്കടം, കേരളത്തിലെ ജനതയെ മൊത്തം സങ്കടത്തിലായിരുന്ന ഒരു പ്രവണതയാണ് ഇന്നത്തെ സർക്കാർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രതിഫലം ഇന്ന് കാണുമെന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ്. ഞങ്ങൾ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്, ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്, ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളെ കൂടെ നിന്ന ഒരു വലിയൊരു സമൂഹം, നമ്മുടെ മനുഷ്യത്വമുള്ള ഒരു സ്നേഹമുള്ള വലിയ സമൂഹവും അതുപോലെ നമ്മളെ പ്രസ്ഥാനങ്ങളുണ്ട്. ഇവരൊക്കെ കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗം ഈ കേസിനെ ഇവിടെ കൊണ്ടുവരെ എത്തിക്കാനും നമുക്ക് സഹായമായിട്ടുണ്ട്. അതുപോലെ അഡ്വക്കറ്റും അതുപോലെ പ്രോസിക്യൂട്ടർമാരും നമ്മൾക്ക് വളരെയധികം സഹായങ്ങൾ ഈ കേസിന് വേണ്ടിയിട്ട് എല്ലാ തലത്തിലും ചെയ്തിട്ടുണ്ട്. ഈ 170 സാക്ഷികളെ നമ്മൾക്ക് ഇപ്പോൾ കാസർഗോഡ് നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് വിസ്തരിക്കാനുള്ളൊരു ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഇതൊക്കെ ഞങ്ങൾ തരണം ചെയ്ത് 2 വർഷമായിട്ട് ഇവരെ കൊണ്ടുപോയി ഇത് സാക്ഷി വിസ്താരം നടത്തുക, കോടതിയെ സത്യസന്ധത ബോധിപ്പിക്കാനുള്ള എല്ലാ ഇവരെ തെളിവുകൾ നിരത്തുക എന്നുള്ളതാണ് നമ്മൾ ചുമതല. അതിനുവേണ്ടി ഒരുപാട് ആൾക്കാർ, വക്കീലന്മാർ മറ്റുള്ളവരും പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം വളരെ നന്ദിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലം എന്ന് വെച്ചാൽ ഇവർ ചെയ്ത കുറ്റത്തിന് തക്കതായ ശിക്ഷ, സാധാരണ ശിക്ഷയല്ല. അവർ എന്ത് ക്രൂരത, എത്ര കൊണ്ട് ക്രൂരത ഈ കേരളത്തോടും പിന്നെ കാണിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഞങ്ങളോട് കാണിച്ചിട്ടുള്ളത്, ഈ സമൂഹത്തോട് കാണിച്ചിട്ടുള്ളത്, അതിന് തക്കതായ ഒരു ശിക്ഷ കിട്ടുന്നുള്ള ഒരു ഉത്തമ ബോധ്യം, അത്ര വിശ്വാസം ഞങ്ങൾക്ക് കോടതിയിലുണ്ട്. അത് നൽകും, അത് കിട്ടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. എങ്കിലും നമുക്ക് സമാധാനം എന്നുള്ളത്, നമുക്ക് ജീവിതത്തിൽ സന്തോഷം എന്നുള്ളത് ഒരിക്കലും നമുക്കുണ്ടായി നഷ്ടപ്പെട്ടു പോയത്. എങ്കിലും നാളേക്ക് വരുന്ന ഒരു തലമുറ, ഒരു കുഞ്ഞിക്കും ഈ പ്രവണത ഈ സർക്കാർ അല്ലെങ്കിൽ ഈ പാർട്ടി ചെയ്യരുതേ, ഇനി എല്ലാ സമാധാനത്തോട് ജീവിക്കാനൊരു അന്തരീക്ഷം ഉണ്ടാകട്ടെ, ഈ വിധി കണ്ടിട്ടെങ്കിലും പാഠമാകട്ടെ എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. തുടക്കത്തിൽ നിങ്ങൾക്കൊപ്പം നിന്ന ഒരു അഭിഭാഷകൻ പിന്നീട് പ്രതിഭാഗത്തേക്ക് പോകുന്നതൊക്കെ ഏറെ വേദനിപ്പിച്ച ഒരു കാര്യം കൂടിയാണ്. അത് ഏറ്റവും വേദനാജനകമല്ല, നീചമായ പ്രവൃത്തി, അത് മനുഷ്യത്വമില്ലാത്ത പ്രവൃത്തിയല്ല. അത് ഈ ചെയ്ത കൊലയാളികൾക്ക് തുല്യമല്ലേ അയാളും ചെയ്തത്. ഞങ്ങളെ കൂടെ നിന്ന ഒരാളായതുകൊണ്ട് വക്കീലന്മാർ അവരെ പണിയെടുക്കും. പക്ഷെ ഞങ്ങളെ കൂടെ നിന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്ന് ആശ്വാസം നൽകിയ ഒരു വ്യക്തിയാണ് നമ്മുടെ പാർട്ടീൻ്റെ തലപ്പത്തിരുന്ന ഈ പ്രസ്ഥാനത്തിൽ പാർട്ടിയുടെ ജില്ലാതലത്തിലും സ്റ്റേറ്റ് തലത്തിലും വർക്കിംഗ് ഒക്കെ ചുമതലയുണ്ടായിരുന്ന വ്യക്തിയാണ്.
അപ്പോൾ അദ്ദേഹം ഞങ്ങളെ കൂടെ നിന്നിട്ട് തിരിഞ്ഞ് ഇത് വക്കാലത്ത് ഏറ്റെടുക്കണമെങ്കിൽ പാർട്ടി ഈ UDF നിന്നുകൊണ്ട് പറ്റില്ല, കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് പറ്റില്ല, അതുകൊണ്ട് തിരിച്ച് CPM അപ്പോൾ CPM വിലക്കെടുക്കുകയാണ്. പൈസക്ക് അത്ര ദുരാശയാണ്. പൈസ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, അത്ര നീചനാണ്. അത് നമ്മളെ കൂടെ നിർത്തിയത് തന്നെ വലിയത്. ഇപ്പോൾ അയാളെ ജനങ്ങൾ വെറുക്കുന്നു, ഒരു നീചനായിട്ടാണ് കാണുന്നത്. അത്രയും തരംതാണെ ഒരു പ്രവൃത്തിയായി പോയി അദ്ദേഹം ചെയ്തത്. അത് സമൂഹത്തോട് അത് തന്നെ ചെയ്തത്, നമ്മളോട് മാത്രമല്ല ഈ സമൂഹത്തോട് തന്നെ അയാൾ ചെയ്തത് ഏറ്റവും മോശമായൊരു പരിപാടി. ഒരു മനുഷ്യത്വമില്ല. ഈ ഇത്രയും വയസ്സാം കാലത്ത് അയാൾ ചെയ്ത് കൂട്ടിയ വേല ഈ ജനങ്ങൾ മറക്കൂല. അയാളെ ഒരു നീചനായിട്ട് കാണും. അത്ര നമുക്ക് അതായത് ഈ ഒരു വക്കീൽ പണി ഇതിനോട് അയാൾ തീരും. ഇത് നല്ലൊരു വിധി വന്നാൽ അയാൾ ഈ കേസോടുകൂടി അവസാനിക്കുക, അയാളെ വക്കീൽ പണി അവസാനിക്കുന്നത് നമുക്കൊരു വിശ്വാസമുണ്ട്. കാരണം അത്ര മോശമായ ഒരു പരിപാടിയായിപ്പോയി നമ്മളിവിടെ ചെയ്ത്. സർക്കാർ ചെയ്തത് ഒന്ന് വേറെ, പക്ഷേ സർക്കാർ വിലക്കെടുത്ത് ഇവരൊക്കെ കൂടി നിൽക്കുമ്പോൾ നമ്മൾ ആത്മധൈര്യത്തോടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് നമുക്ക് ദൈവാനുഗ്രഹം നമുക്ക് കൂടുതലുണ്ട്. അതുപോലെ കോടതിയിലൊരു വിശ്വാസവും. അഭിലാഷ്, എന്തായാലും ഇന്ന് ഈ വിധി വരുമ്പോൾ 11:30 വിധി വരുമ്പോൾ ഏറെ ആകാംക്ഷയോടെ ആത്മവിശ്വാസത്തോടെ കൂടി തന്നെയാണ് ഈ മാതാപിതാക്കളും ഈ ഒരു വിധിയെ നോക്കിക്കാണുന്നത്. ഈ പ്രതികളാക്കപ്പെടുന്നവർക്കെല്ലാം തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കുമെന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. അച്ഛാ, ഒരിക്കൽ കൂടി ഈ ഒരു വിധി വരുമ്പോൾ അതേറെ നിർണായകമാണ്. ഈ ഒരു അഭിഭാഷകൻ ഉൾപ്പെടെ നിങ്ങളുടെ പ്രതിഭാഗത്തേക്ക് പോകുന്ന സാഹചര്യം, അതിനപ്പുറത്തേക്ക് സർക്കാർ ഇത് CBI അന്വേഷണത്തിന് വേണ്ടി എതിർക്കുന്ന സാഹചര്യം, അതിലൊക്കെ പോരാടി തന്നെയാണ് ഇവിടം വരെ. അത് നിയമപാലകനാണ് അവരെ കൂടെ പോയത്. അത് കോൺഗ്രസിൻ്റെ വലിയ ഉന്നത നേതാവായിരുന്നു. ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങളെ വീട്ടിൽ വന്ന് പുറം തട്ടി പറഞ്ഞതായിരുന്നു, ഈ പ്രതികൾക്കൊക്കെ നല്ല ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്ന് പറഞ്ഞ അഡ്വക്കേറ്റാണ് ശ്രീധരൻ. അയാളാണ് നേരെ കാലുമാറി CPMൻ്റെ കൂടെ പോയി അതിനുവേണ്ടി അവർ പ്രതികൾക്ക് വേണ്ടി കോടികൾ വാങ്ങിയിട്ട് അന്ന് കേസ് വാദിച്ചത്. അത് ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട്. അതൊക്കെ ഇതുകൊണ്ട് എന്തായാലും CPI കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് നല്ലൊരു വിധി കിട്ടുമെന്നുള്ള വിശ്വാസം ഉണ്ട് അയാൾ. അഭിലാഷ്, എന്തായാലും പൂർണ്ണ വിശ്വാസത്തിലാണ് ഈ രണ്ടുപേരുടെയും മാതാപിതാക്കൾ. എന്തായാലും ഇന്ന് 11:30 കൂടിയായിരിക്കും CBI കോടതിയിൽ നിന്നും പെരിയ ഇരട്ട കൊലപാതകത്തിൽ കൃപേഷിനെയും ശരത് ലാലിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ വിധി ഉണ്ടാകുക. അത് കേരളം മുഴുവനും കാത്തിരിക്കുന്ന ഒരു വിധി കൂടിയാണ്. അഭിലാഷ്, തീർച്ചയായും ശരത് ലാലിന്റെയും കൃപേഷിന്റെയും മാതാപിതാക്കൾ മാത്രമല്ല കേരളം ഒട്ടാകെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താകും ഇതിലെ കേസിലെ പ്രതികൾക്ക്? രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി നടന്ന ഒരു കൊലപാതകം എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് പീതാംബരനുമായുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ച, അതിന്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു കൊലയിലേക്ക് സാഹചര്യം എത്തിയത് എന്ന് ആണ് അന്വേഷണത്തിന്റെ നിഗമനം. അതിൽ കോടതിയിൽ നിന്ന് എന്ത് ശിക്ഷ ആണ് ലഭിക്കാൻ പോകുന്നത്, ഏതൊക്കെ പ്രതികൾക്ക് ശിക്ഷ ലഭിക്കും എന്നത് നമുക്ക് കാത്തിരിക്കാം. നേരത്തെ